എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂസ് ആണ് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ടായിട്ട് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് പോരുകയാണ്, വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. നമുക്കിവിടെ നമ്മൾ മുമ്പ് അവിടെ വിളക്ക് വെച്ചിരുന്നില്ലേ, ആ തറയിൽ നിന്ന് ഇതെടുത്തിട്ട് അവിടെ വിളക്ക് വെക്കണ എടുത്തിട്ട് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. സ്ഥാനമൊക്കെ പറഞ്ഞെന്ന സ്ഥലത്തേക്ക് തന്നെയാണ് വെച്ചേക്കണത്. അപ്പോൾ അവിടെ നമുക്ക് വിളക്ക് വെക്കണം. അപ്പോൾ ചേട്ടൻ അപ്പം എന്താ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്ന് അവിടെ വിളക്ക് വെച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. വീട്ടിൽ കയറി പിന്നെ പടി മുഴുവൻ കയറി പിന്നെ വീണ്ടും ഇറങ്ങി വരണ്ടേ വെച്ചിട്ട് അപ്പോൾ ഇവിടെ കയറിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പറമ്പാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. വീടിൻ്റെ ഇതൊക്കെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇപ്പോൾ ഇതൊരു നല്ലൊരു പറമ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തറയ്ക്ക് ആവശ്യമായിട്ടുള്ള മണ്ണൊക്കെ അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. കരിങ്കല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിണർ പണി ഇവിടെ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മടയായ കാരണം നമുക്ക് കുറച്ച് ഇത്തിരി ഇതുണ്ട്, എന്തെന്ന് പറയുക, ഇത്തിരി ആഴത്തിൽ നമ്മൾ കല്ല് കാണുന്നവരെ കുഴിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിങ് വാർത്തിട്ട് കിണർ പണി വീണ്ടും കുഴിക്കാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ നല്ല നട്ടപ്പറ വെയിലാണ് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ നമുക്കൊരു 11 മണി 12 മണി തൊട്ട് 1 മണി വരെയുള്ള സമയമാണ് നമുക്ക് കുറ്റിയടിക്കാനായിട്ട് തന്നേക്കണത്. ചേച്ചിമാരും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും അമ്മയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അനിയത്തിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവൾ അടുത്ത ഒരു പരിപാടിക്ക് വരുന്നുണ്ട്, കല്ലിടണേനൊക്കെ ക്ഷണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വന്നോളും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ഉണ്ണിക്കുട്ടനൊക്കെ മണ്ണിൽ കയറി കളിയാണ് കേട്ടോ. ആയത്തിന് കളിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണമ്പോൾ ഇങ്ങനെ കളിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ അമ്മയും ചേച്ചി അങ്ങ് നീങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിണർ പണിയുടെ സ്ഥലത്ത് പോയിട്ട് അപ്പച്ചൻ നോക്കുന്നുണ്ട് എന്തോരം വരി ആയിട്ടുണ്ട്. മണ്ണിൻ്റെ മുകളിൽ നിന്നിട്ട് ചേട്ടനും നോക്കുന്നുണ്ട്. പിന്നെ കിണർ പണിയല്ല, നമ്മുടെ വീടിൻ്റെ കുറ്റിയടിക്കാനായിട്ട് നമുക്ക് ആശേരി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൺട്രാക്ടർ ചേട്ടനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നാളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കുറ്റിയടിക്കാനായിട്ട് അവർ പറയുള്ളൂ, ആരെ കുറ്റിയടിക്കേണ്ടതെന്ന കാര്യമൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനാണ് കുറ്റിയടിക്കാനായിട്ട് പറഞ്ഞേക്കണത്. അവളുടെ നാൾ നല്ലതാണ്, ഇന്ന് നല്ല നാളാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണാണ് കുറ്റിയടിക്കാനായിട്ട് നേതൃത്വം നൽകേണ്ടത് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണൊക്കെ നല്ല വെയിലായി ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് കുറച്ച് തണലുണ്ട് ഞങ്ങളപ്പോൾ എന്തായാലും അവിടെ പോയി നിൽക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് അവിടെ തന്നെയാണ് നിൽക്കണത് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്താണ് കുറ്റിയടിക്കാൻ പറഞ്ഞത്, ചേട്ടൻ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ അമ്മയും ചേച്ചിയും ഇവിടുത്തെ അമ്മയൊക്കെ ഉണ്ട്. ചേച്ചിയൊക്കെ എല്ലാവരും തലയിലൊക്കെ മുണ്ടിട്ട് നിൽക്കുന്നു കേട്ടോ. അത്ര നല്ല വെയിലാണ്. അവിടെ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വെച്ച് പിടിപ്പിക്കണം ഇനി എല്ലാ മരങ്ങളൊക്കെ. അതായത് നമ്മുടെ ആദിത്യ ദൈവം നിൽക്കുന്നുണ്ട്. സെൽഫി എന്ന് വെച്ചിട്ട് വന്ന് നിന്നാണ് കേട്ടോ. സെൽഫി അല്ല വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അവനൊത്തിരി അങ്ങോട്ട് നീങ്ങി. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണ് കുറ്റിയടിക്കണത്. അപ്പോൾ നമ്മുടെ പുതിയൊരു ആരംഭമാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നല്ലൊരു സന്തോഷവും സമാധാനം എല്ലാം കൂട്ടിയുള്ളൊരു വീടും കാര്യങ്ങളൊക്കെ പണി തീർക്കാനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ചേട്ടാ നന്നായിട്ട് കുറ്റിയടിച്ച് താഴ്ത്തുന്നുണ്ട്. ഇനി നമുക്ക് കുറ്റിയടി കഴിഞ്ഞിട്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്ഥാനമൊക്കെ നോക്കി കുറ്റിയടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 13-ാം തീയതിയാണ് കല്ലിടാനായിട്ടുള്ള നല്ല ദിവസം കിട്ടിയേക്കണത്. അപ്പോൾ 13-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ എന്തായാലും 13-ാം തീയതി നമുക്ക് കല്ലിടണ ചടങ്ങും പിന്നെ വേഗം കാര്യങ്ങളൊക്കെ വേഗം നടക്കും. പിന്നെ ചേട്ടന് ഇവിടെ ഉണ്ടാവില്ല 12-ാം തീയതി വരെ. ആൾക്ക് ഒന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഡ്യൂട്ടി സംബന്ധമായിട്ട്. അപ്പോൾ അത് കാരണം 13-ാം തീയതി തന്നെയായിട്ട് വലിയ ചർച്ചകളാണ് കേട്ടോ, എന്നാ വരാൻ പറ്റുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും ദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കല്ലിടുന്ന ദിവസമാണ് പറയുക. വിളക്കും തറയൊക്കെ വെച്ചിട്ടുള്ള ദിവസങ്ങളിലാണ് പറയണത്. ഇനിയിപ്പോൾ നമ്മുടെ കുറ്റിയടിക്കാൻ വന്ന ആൾക്ക് ദക്ഷിണ കൊടുക്കണമെന്നാണ് ചേട്ടൻ. ഉണ്ണിക്കുട്ട അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെ പരിപാടിയാണ് നടക്കണേ എന്നുള്ള രീതിയിൽ. നല്ല വെയിലായ കാരണം ഈ അടുത്ത പുറത്തൊന്നും ആളുണ്ടായിരുന്നില്ല. നമുക്ക് ഓടി. അപ്പോഴേക്കും നമുക്ക് ചായയും വന്നിട്ടുണ്ട്, വടയും വന്നിട്ടുണ്ട്. ചോറും കറിയൊക്കെ നമ്മൾ ആക്കി വെക്കണത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചായയും വടയാണ് അവർക്ക് കഴിക്കാനായിട്ട്, വന്നവർക്കൊക്കെ കഴിക്കാനായിട്ട്. ഇത് നല്ല ഉച്ച സമയമാണ്, നല്ല വിശപ്പിൻ്റെ സമയമാണ് കേട്ടോ. എന്നാലും ഒരു ആശ്വാസം എന്ന് പറയുന്ന പോലെ ചായയും വടയും. നല്ല വെയിലായ കാരണം ചായക്കും നല്ല ചൂടാണ്, വെയിലും നല്ല ചൂടാണ്. അപ്പോൾ സർവത്തൊക്കെ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളൊരു കമൻറ്റൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും വട്ടമിട്ടിരുന്നിട്ട് തന്നെയാണ് കഴിക്കണത് കേട്ടോ. പിന്നെ ചേട്ടൻ ഇപ്പോൾ കഴിച്ചില്ല, അമ്മയും കഴിച്ചില്ല. ഞാൻ ഇവരെല്ലാവരും കഴിക്കലും കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ
ഇതാണ് വിശേഷങ്ങൾ, ഞങ്ങളുടെ ഒരു കൊച്ചു വിശേഷങ്ങൾ. വലിയ സന്തോഷമുള്ളൊരു കൊച്ചു വിശേഷം. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് പറയാൻ പറ്റുന്ന ഒരു വിശേഷമാണ് കേട്ടോ. കുഞ്ഞുമക്കളൊക്കെ ദേ ഇവിടെ വന്നിരുന്ന് കളിക്കുന്നുണ്ട്. കുഞ്ഞുപെണ്ണ് ഞാൻ പെട്ടിയിലാക്കി വെച്ചതായിട്ട് കുഞ്ഞുപെണ്ണിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ആൾ വേഗം നിരത്തി എല്ലാവരും കൂടി ഉറക്കാനാന്ന് പറഞ്ഞ എല്ലാ കളിപ്പാട്ടങ്ങളും കൂടി നിരത്തി പിടിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയാണല്ലോ പിള്ളേരുടെ ഒരു ആഘോഷം എന്നൊക്കെ പറയണത്. അപ്പോൾ ദേ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുക തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചിയും അപ്പച്ചനും അമ്മച്ചൊക്കെ പോവാണ്. അവർക്ക് തൃശ്ശൂർക്കൊക്കെ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം വേഗം പോകാധികം നേരം ഇരുന്നൊന്നുമില്ല. അവരൊക്കെ പോയി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഒന്ന് പറമ്പിലേക്ക് പോകാനായിട്ട് നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ്. നമ്മുടെ കിണർ പണി കല്ലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതൊരു സന്തോഷം. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് റിങ് വാർക്കലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ വിശേഷങ്ങളും നമുക്ക് കാണാം അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട്. അപ്പോൾ അതെ ചേട്ടൻ ശ്രീകുട്ടനെ കൊണ്ടുവരാനായിട്ട് പോണതാണ് കേട്ടോ. ഒരുങ്ങി ചമ്മഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർ കിണറിലേക്ക് ഇറങ്ങിക്കണതാണ് കേട്ടോ. കയറാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി കയറൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ആദ്യത്തിനൊക്കെ കയറിയത് കേട്ടോ. പാവം അവൻ വിചാരിച്ച് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ കയറാനൊന്നും പറ്റിയില്ല തന്നെ. കാരണം കയറൊക്കെ കെട്ടിയിട്ട് കൊടുത്തു. ഞാനാണ് കയറ് കെട്ടിയിട്ട് കൊടുത്ത കയറാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ വലിച്ച് പിടിച്ച് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് വലിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് അവിടെ മണ്ണുമല കയറുന്നുണ്ട്. ആദ്യത്തെ അപ്പോൾ പിടിക്കണ്ടെന്ന് പറഞ്ഞ് ഓടുന്നതാട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ അവന് ഓടിപ്പിക്കും. എന്നാലും സാരില്ല, ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ അതേ ശ്രീകുട്ടി അവിടെ വണ്ടി ഓടിപ്പിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് നാളായിട്ട് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊരു ഇതുണ്ട്, ഒരു പേടിയും ഭയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടി ഉണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടുമ്പോഴാണല്ലോ സന്തോഷമൊക്കെ ഉള്ളത്. അപ്പം ഇനി ഇവിടെ ഞങ്ങൾക്കൊരു കുറവ് തോന്നിയേക്കണത് കുഞ്ഞേച്ചിയുടെ പിള്ളേരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെന്തായാലും അടുത്ത വിശേഷങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് എല്ലാവരും ഇവിടെ നിർത്തണം. എന്നിട്ട് നമുക്ക് എല്ലാവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നോക്കുന്നുണ്ട് ആരാ കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛൻ്റെ വണ്ടിയിൽ കയറിയിരിക്കണേ, എന്തിനാ കയറിയെന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടനും ബുള്ളറ്റും ഇരിക്കുമ്പോൾ ഒരു തപ്പലൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ എന്തുട്ടെന്ന് പറയാ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ആൾ ഓടിപ്പിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ശ്രീകുട്ടൻ കാത്തിരിക്കുകയാണ് അച്ഛനെ ഇറങ്ങിയിട്ട് ഓടിപ്പിക്കാനായിട്ട്. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അത് പിന്നെ ഞങ്ങളൊരു വീട്ടിലേക്ക് ചക്ക ഇടാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേച്ചിയുടെ വീഡിയോയിലായിട്ട് കാണും കേട്ടോ. കിച്ചൺ അപ്ഡേറ്റ്സ് ബൈ ജിഷ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ ഇനി ബാക്കിലേക്കുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരമൊക്കെ ആയപ്പോഴേക്കും വയ്യാണ്ടായി. പിന്നെ അല്ലറ ചില്ലറ പണികളും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ടാവും.
അപ്പോൾ കല്ലിടലിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇതാണ് കല്ലിടലല്ല, കുറ്റിയടിക്കലിൻ്റെ വിശേഷം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി 13-ാം തീയതിയിലെ കല്ലിടലിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് വീട് പണിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.